ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖമായിരിക്കുന്ന ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാകിസ്ഥാനി റൊട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നമ്മൾ അങ്ങനെ അവിടെ പോയി നമ്മൾ കണ്ടിട്ടില്ല ഉണ്ടാക്കുന്നത്, ചിലവർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. ആദ്യം നമ്മൾ സാധാ ചപ്പാത്തി വരുന്ന പോലെ തന്നെ അവർ മൈദയിലാണ് ഉണ്ടാക്കുന്നത്. റൊട്ടി പരത്തി കഴിഞ്ഞിട്ട് എന്തോ സ്പീഡിൽ ഇങ്ങനെ ഒരു ചുറ്റിയിട്ടാണ് എറിഞ്ഞ് അത് ഞാൻ ചുടാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ എത്ര റൊട്ടി വേണമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് അവർ ഉണ്ടാക്കി തരിക കേട്ടോ. ആദ്യം ഒരു മാവ് അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ടാവും, പക്ഷെ ചുട്ട് വെക്കില്ല. അത് നമ്മൾ എത്ര എണ്ണം വേണം പറഞ്ഞ് അതിനനുസരിച്ചിട്ട് മാവ് എടുത്തിട്ട് അവരപ്പം തന്നെ ചുട്ട് തരും. ശരി, കനൽ പറഞ്ഞാൽ നമ്മളതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ എന്ത് ചൂടാണെന്നറിയോ. ഫോണൊന്ന് ഞാൻ കുറച്ച് നേരം ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പിടിച്ചപ്പോൾ തന്നെ ഫോണൊക്കെ ഭയങ്കര ചൂട്. അത്രയും കനലാണ് കേട്ടോ അവിടെ അങ്ങനെ കത്തിച്ചിരിക്കുന്നത്. ഫ്ലോർ അതാ നിലത്തെടുത്തിരിക്കുകയാണ്, കട്ട പിടിച്ചിരിക്കുകയാണ്. സാധാ നിലം പോലെ തന്നെ കട്ട പിടിച്ചിരിക്കുക. അത് ആ ഒരു ചൂടിൻ്റെ കിടന്നിട്ടാണ് അതിങ്ങനെ പൊള്ളച്ച് വരുന്നത്. അപ്പോൾ അത് അങ്ങനെ അവിടെ കിടന്നാവണമെങ്കിൽ അത് എത്രയും ചൂടുണ്ടാവും, അത്രയും ആ ആവിയാണ് ഇങ്ങോട്ട് നമ്മളവിടെ ചെല്ലുമ്പോൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അവരൊക്കെ സമ്മതിക്കണം ഇങ്ങനെ നിന്ന് ഉണ്ടാക്കണപ്പോൾ. എത്രയും കഷ്ടപ്പെട്ടാണ് ആ ചൂടത്തുനിന്ന് അവരത് ഉണ്ടാക്കണത്. പക്ഷെ അവർക്കതൊന്ന് പ്രാക്ടീസ് ആയിട്ടുണ്ടാവും. എന്നല്ല ഓരോ ജോലിക്ക് അതിൻ്റേതായ ഒരു കഷ്ടപ്പാട് പറഞ്ഞ പോലെ അതൊരു ചെറിയൊരു കഷ്ടപ്പാട് തന്നെയല്ലേ അവർക്ക്. ഞാൻ 2 റൊട്ടിയാണ് പറഞ്ഞത്, എനിക്ക് മാത്രം മതി, കുട്ടികൾക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വാങ്ങിയില്ല. ഞാൻ 2 വാങ്ങി. അപ്പോൾ അത് 2 മാവ് എടുത്തിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് ആൾക്കാരുടെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് കട്ടിയുള്ള റൊട്ടിയാണ്, കനം കുറഞ്ഞ റൊട്ടിയുണ്ട്. ഇതാകുമ്പോൾ ഒന്ന് കഴിച്ചാലും കുറച്ച് കഴിക്കുന്നവരാണെങ്കിൽ വയറ് ഫുള്ളാവും, മറ്റേതാണെങ്കിൽ 1-2 കഴിക്കണം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.